ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇഡി കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് നീങ്ങുകയാണ്. ഏപ്രിൽ 15 വരെയാണ് ഇനി തിഹാർ ജയിലിൽ അരവിന്ദ് കെജ്രിവാൾ റിമാൻഡിൽ കഴിയുന്നത്. കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഇഡി കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാണ് കേജ്രിവാൾ ഇന്ന് കോടതി മുറിയിലേക്ക് കയറിപ്പോയത്. ഇതോടെ കേജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് മാറ്റുകയാണ്. ജയിലിൽ വീട്ടിലെ ഭക്ഷണവും മരുന്നും പുസ്തകങ്ങളും അനുവദിക്കണമെന്നാണ് കേജ്രിവാൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. മാർച്ച് 21 രാത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പന്ത് കേന്ദ്രത്തിന്റെ കോർട്ടിലാണ്. ഇനി എന്താണ് ഡൽഹിയിൽ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമായിരിക്കും. ഡൽഹിയിൽ എത്രയും വേഗം രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള അടിയന്തര ചർച്ചകൾ വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഡൽഹിയിൽ ഏതൊക്കെ തരത്തിലുള്ള നിയമം പ്രാബല്യത്തിൽ വരണമെന്നും അല്ലെങ്കിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണോ അല്ലെങ്കിൽ പ്രത്യേക ഡൽഹിക്കുള്ള പദവി എടുത്തു മാറ്റണോ അങ്ങനെ തുടങ്ങിയ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇന്ന് അരവിന്ദ് കെജ്രിവാൾ 15 ദിവസത്തേക്ക് ജയിലിലാണെന്ന് അറിഞ്ഞതിന് ശേഷം ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും കേന്ദ്രം ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് പലതരത്തിലുള്ള ചർച്ചകൾ നമ്മൾ നിരീക്ഷിക്കുമ്പോഴും മനസ്സിലാകുന്നത്. ഈ ഘട്ടത്തിൽ എന്തായാലും നിലവിൽ കൂടുതൽ തരത്തിലുള്ള കാര്യങ്ങൾ വരികയാണ്. അതായത് 15 ദിവസത്തേക്ക് കേജ്രിവാൾ ജയിലിൽ കഴിയുമ്പോൾ ഇനി എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം കാര്യങ്ങൾ നീങ്ങുക എന്ന് കണ്ടറിയണം. അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ എത്രയും വേഗം മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുമോ അടക്കമുള്ള കാര്യങ്ങളും കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രാഥമിക കസ്റ്റഡി മാർച്ച് 28 അവസാനിച്ചെങ്കിലും ഇഡിയുടെ ആവശ്യപ്രകാരം ഏപ്രിൽ 1 വരെ, അതായത് ഇന്നുവരെ ഈ കസ്റ്റഡി കാലാവധി നീട്ടുകയായിരുന്നു. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു ഇഡിയുടെ ആവശ്യം. എന്നാൽ ഏപ്രിൽ 1 വരെയുള്ള കസ്റ്റഡിയെ സ്പെഷ്യൽ ജഡ്ജ് കാവേരി ബാവേജി അനുവദിച്ചിട്ടുള്ളൂ. അതേസമയം അറസ്റ്റിനെതിരെ കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തന്റെ മൌലികാവകാശം ലംഘിക്കപ്പെട്ടു എന്ന് ആരോപിച്ചാണ് കേജ്രിവാൾ കോടതിയെ സമീപിച്ചത്. ഇതിൽ ഡൽഹി ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 2 മറുപടി നൽകണമെന്നും ഏപ്രിൽ 3 വിചാരണ ആരംഭിക്കുമെന്നുമാണ് കോടതി അറിയിച്ചത്. അതേസമയം വിവിധ സർക്കാർ ഏജൻസികളുടെ കീഴിലായിരുന്ന മദ്യവിൽപ്പനയും ഇടപാടുകളും സ്വകാര്യ മേഖലയ്ക്കും കൈമാറാൻ കേജ്രിവാൾ സർക്കാർ കൊണ്ടുവന്ന നയത്തിൽ അഴിമതി ഉണ്ടെന്നാണ് കേസ്. 2021 നവംബർ 17 നയം പ്രാബല്യത്തിൽ വന്നത്. ലൈസൻസ് അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന ആരോപണത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി CBI പ്രാഥമിക റിപ്പോർട്ട് നൽകിയതോടെ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സംഭവം വിവാദമായപ്പോൾ 2022 ജൂലൈ 31 മദ്യനയം പിൻവലിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ, BRS നേതാവ് K കവിത തുടങ്ങിയവർ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി മദ്യനയ അഴിമതി എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആരോപണം.